തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ കോളിളക്കം സൃഷ്ടിച്ച വിഷയമാണ് നടൻ വിജയ് സേതുപതിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം. തന്നെ അല്പമെങ്കിലും അറിയാവുന്ന ആരും ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ കേട്ട് ചിരിക്കുകയുള്ളൂ എന്നും മാധ്യമ ശ്രദ്ധ നേടാനുള്ള ചിലരുടെ തന്ത്രം മാത്രമാണ് ഇതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ വിഷയത്തിൽ സൈബർ ക്രൈം വിഭാഗത്തിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഡെക്കാൻ ക്രോണിക്കിളിന് നൽകിയ അഭിമുഖത്തിൽ വിജയ് സേതുപതി വ്യക്തമാക്കി. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ വിജയ് സേതുപതിയുടെ ഓരോ നീക്കവും പൊതുസമൂഹത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും തൊഴിൽപരമായ മേഖലകളിലും ഇത്തരം വ്യാജ ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സാധാരണയായി ഒരു താരത്തിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അവർ മാനസികമായി തളരുകയോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ വിജയ് സേതുപതി ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. തന്റെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഈ വിഷയത്തിൽ ഏറെ വിഷമത്തിലാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നിരുന്നാലും താൻ അവരോട് പറഞ്ഞത് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് അവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന അല്പനേരത്തെ ശ്രദ്ധ അവർ ആസ്വദിച്ചോട്ടെ എന്നാണ്. ഈ വാക്കുകളിൽ ആരോപണം ഉന്നയിച്ചവർക്ക് താൽക്കാലികമായ ഒരു ശ്രദ്ധ നേടാനുള്ള ശ്രമമാണിതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. വിജയ് സേതുപതിയുടെ കരിയർ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഈ നിലയിലെത്തിയത്. സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന് കഠിനാധ്വാനത്തിലൂടെയും അസാമാന്യമായ അഭിനയ മികവിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ വ്യക്തിയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പലതരം അപവാദ പ്രചാരണങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട്. ഇത്തരം വേട്ടയാടലുകൾ എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ബാധിക്കുകയുമില്ല അദ്ദേഹം പറയുന്നു. ഈ പ്രസ്താവന വ്യാജ ആരോപണങ്ങളെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ മാനസിക കരുത്തിനെയാണ് എടുത്തു കാണിക്കുന്നത്. സിനിമാ ലോകത്ത് മാത്രമല്ല പൊതുസമൂഹത്തിലും താരങ്ങൾക്കെതിരെ ഇത്തരം അപവാദ പ്രചാരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതോടെ ആർക്കും എളുപ്പത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും അത് അതിവേഗം പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വിജയ് സേതുപതിക്കെതിരെ ആരോപണം ഉയർന്നത് രമ്യ മോഹൻ എന്ന പേരുള്ള ഒരു എക്സ് അക്കൗണ്ടിൽ നിന്നായിരുന്നു. തനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ വിജയ് സേതുപതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് ആയിരുന്നു ആ ട്വീറ്റിലെ പ്രധാന ഉള്ളടക്കം. എന്നാൽ ഈ ട്വീറ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഇത്തരം ഒരു ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് അതിലുണ്ടായിരുന്ന വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ട്വീറ്റിൽ നടൻ യുവതിക്ക് കാരവാൻ ഫേവറിനായി 2 ലക്ഷം രൂപയും ഡ്രൈവർക്ക് 50,000 രൂപയും വാഗ്ദാനം ചെയ്തതായും ആരോപിച്ചിരുന്നു. ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആരോപണത്തിന് ഒരു വിശ്വാസം നൽകാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ ഒരു ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്നത് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചാരണങ്ങളുടെയും ഒരു സാധാരണ മാതൃകയാണ്. ഒരു വ്യക്തിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്. വിജയ് സേതുപതി സൈബർ ക്രൈം വിഭാഗത്തിൽ പരാതി നൽകിയിരിക്കുന്നത് വളരെ ശരിയായ നടപടിയാണ്. ഇത് കേവലം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വിഷയം എന്നതിലുപരി സൈബർ ഇടങ്ങളിലെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ഒരു സാമൂഹിക വിഷയമായി കൂടി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമായ പ്രവണതയാണ്. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും യഥാർത്ഥ ഇരകളുടെ ശബ്ദം ഇല്ലാതാക്കുകയും ചെയ്യും. വിജയ് സേതുപതിയുടെ ഈ പ്രതികരണം ഇത്തരം വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഒരു താരമെന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പൊതുജന ശ്രദ്ധ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കും. സൈബർ നിയമങ്ങളെക്കുറിച്ചും വ്യാജ ആരോപണങ്ങൾക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അറിവ് നൽകേണ്ടത് അത്യാവശ്യമാണ്. സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്നും അത്തരം സമയങ്ങളിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചവർ നിയമത്തിന്റെ മുന്നിൽ വരുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. മാധ്യമങ്ങളും പൊതുസമൂഹവും ഇത്തരം വാർത്തകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കി വസ്തുതകൾ പരിശോധിച്ച് മാത്രം പ്രതികരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കരിയറിനെയും തകർക്കാൻ കഴിവുള്ള ആരോപണങ്ങൾ അവയുടെ സത്യസന്ധത ഉറപ്പുവരുത്താതെ പ്രചരിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. വിജയ് സേതുപതിയുടെ ഈ നിലപാട് നിയമവ്യവസ്ഥയിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസത്തെയും സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന പ്രതീക്ഷയെയും കാണിക്കുന്നു. ഈ കേസിന്റെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകവും അദ്ദേഹത്തിന്റെ ആരാധകരും. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ ഒരു സന്ദേശം നൽകാൻ ഈ സംഭവം സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം.